ഹായ്. നമുക്ക് മെഡിക്യു കാർഡ് എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഒരു മൾട്ടി ബെനിഫിറ്റ് കാർഡാണ്. നമുക്ക് ഒരുപാട് ബെനിഫിറ്റുകൾക്ക് നമുക്ക് കിട്ടുന്ന ഡിസ്കൗണ്ടുകൾ, അതുപോലെ തന്നെ നമുക്ക് വെൽക്കം ചെക്കപ്പുകൾ, അതുപോലെ തന്നെ നമുക്ക് ഡെൻ്റൽ ചെക്കപ്പുകളൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി കാർഡാണ് നമുക്കറിയാം. ഈ കാർഡ് ഉപയോഗിച്ച് നമുക്ക് എവിടെ നിന്നൊക്കെയാണ് ഡിസ്കൗണ്ടുകൾ അല്ലെങ്കിൽ സർവീസ് കിട്ടുക എന്നുള്ളത് നമുക്ക് ഒരു കൺഫ്യൂഷൻ ആയിരിക്കും, റൈറ്റ്? അത് എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എവിടെയാണ് നമ്മുടെ സർവീസ് കൊടുക്കുന്നുള്ളത് നമുക്ക് വളരെ ഇങ്ങനെ തിരഞ്ഞ് നടക്കേണ്ട ആ കാര്യമില്ല. നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ത്രൂ നമ്മൾ മെഡിക്യു ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് അത് കണ്ടെത്താൻ പറ്റും. അത് നമ്മുടെ ആപ്ലിക്കേഷൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് മെഡിക്യു ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഇവിടെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ്, നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പണായി. ഇവിടെ നമുക്ക് 24ഓളം വ്യത്യസ്തമായിട്ടുള്ള ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന ഒരുപാട് സർവീസുകൾ നമുക്ക് കാണാൻ പറ്റും. ഡോക്ടേഴ്സ് മുതൽ ഹോസ്പിറ്റൽസ്, ഫാർമസി ലാബ്, ഓക്കെ, റൈറ്റ്. ഇപ്പോൾ നിങ്ങളെ സമയമെടുത്തോളം നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റലാണ് നിങ്ങൾക്ക് പോകേണ്ടത്. ഒരു ഹോസ്പിറ്റലാണ് നിങ്ങൾക്ക് ഈ നമ്മുടെ മെഡിക്കൽ കാർഡ് അറിയേണ്ടത്, അവിടെ ഡിസ്കൗണ്ട് കിട്ടുക. അപ്പം ഹോസ്പിറ്റൽ നിങ്ങൾ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിവിടെ മെഡിക്കൽ സിസ്റ്റം ചോദിക്കും. ഇത് അലോപ്പതിയാണോ, ഹോമിയോപ്പതിയാണോ, അല്ലെങ്കിൽ ആയുർവേദമാണോ, നിങ്ങൾ ഏതാണ് കാണിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഒരു മോഡേൺ മെഡിസിൻ നമുക്കറിയാം, അലോപ്പതിക്കാണ് മോഡേൺ മെഡിസിൻ എന്ന് പറയുക. അത് ക്ലിക്ക് ചെയ്തു. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും തൊട്ടടുത്ത എല്ലാ ഹോസ്പിറ്റൽസും ഇത് കാണാൻ പറ്റും. കാരണം നമുക്ക് കാർഡ് ആക്സെപ്റ്റ് ചെയ്യുന്നു, കാർഡ് ആക്സെപ്റ്റ് ചെയ്യാത്ത എല്ലാ ഹോസ്പിറ്റൽസും നമുക്ക് ഏറ്റവും തൊട്ടടുത്ത് ഇതിൽ കാണാൻ പറ്റും. അത് പൊതുവായിട്ട് നമുക്ക് സേവനം കൊടുക്കാൻ വേണ്ടി വെച്ചത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, ഇപ്പോൾ ഫോക്കസ് ഐ ഹോസ്പിറ്റൽ, അത് തൊട്ട് താഴെ കാണാം മെഡിക്യു കാർഡ് ആക്സെപ്റ്റ് ചെയ്യുന്നത് കാണാം. അപ്പോൾ അവിടെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ തൊട്ട് താഴെ കഴിഞ്ഞാൽ അഗ്രവാൾ, ഇത് കോഴിക്കോട്, തൊട്ടടുത്ത് സ്റ്റാർ കെയർ, കണ്ടോ? അപ്പോൾ അങ്ങനെ നമുക്ക് ഏറ്റവും തൊട്ടടുത്തുള്ള ഹോസ്പിറ്റൽസ് ആണെങ്കിൽ ഹോസ്പിറ്റൽസ് ലിസ്റ്റ് നമ്മുടെ ഹോസ്പിറ്റൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെഡിക്കൽ കാർഡ് ആക്സെപ്റ്റഡ്, സ്വീകരിക്കും എന്നുള്ള ഒരു ചെറിയ ഒരു നീല ബോർഡിൽ സംഭവം കാണാൻ പറ്റും. ഇനിയിപ്പോൾ നമുക്ക് ഫാർമസിയുടെ കാര്യത്തിലാണെങ്കിൽ കണ്ട ഈ ഫാർമസി എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ ചോദിക്കും, നിങ്ങൾക്ക് മോഡേൺ മെഡിസിൻ ആണോ, ഹോമിയോപ്പതി ആണോ, ഏത് മെഡിസിൻ ആണെന്ന് നോക്കുന്നത് ചോദിക്കും. അപ്പോൾ നമ്മൾ മോഡേൺ മെഡിസിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ നമ്മൾ തൊട്ടടുത്തുള്ള ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഏറ്റവും അടുത്തുള്ള ഫാർമസികൾ ഇവിടെ ലിസ്റ്റായി. അതിൽ കണ്ടില്ലേ, ഈ മൂന്നാമത് കണ്ടില്ലേ, ഇപ്പം ഇവിടെ ജനസേവന മെഡിക്കൽസ് തൊട്ട് താഴെക്കാണ് മെഡിക്കൽ കാർഡ് ആക്സെപ്റ്റഡ് ചെയ്യുക, കണ്ടോ? ഓക്കെ, അത് അവിടെയാണ് നമ്മുടെ മെഡിക്കൽ കാർഡ് ഡിസ്കൗണ്ട് കിട്ടുന്നത്. ബാക്കിയുള്ള ഡിസ്കൗണ്ട് കിട്ടില്ല, നിങ്ങൾക്ക് വേണം പോയിട്ട് കണ്ട് നിങ്ങൾ ഇഷ്ടംപോലെ മരുന്ന് വാങ്ങിക്കാൻ പറ്റും. അത് ഫ്രീ സർവീസ് തന്നെയാണ്. പക്ഷേ ഇവിടെ നമുക്ക് മെഡിക്കൽ കാർഡ് സ്വീകരിക്കുന്ന ഫാർമസി ഇവിടെ നമുക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. നമുക്കവിടെ കോൺടാക്ട് ചെയ്യാം, അത് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സ് അവിടെ നമുക്ക് കാണാൻ പറ്റും. ഇനിയിപ്പം നമുക്കാണെങ്കിൽ വീണ്ടും ഗ്ലോബൽ മെഡിസിൻസിൻ്റെ തൊട്ടടുത്ത്, പിന്നെ അത് കഴിഞ്ഞാൽ ധാന്യ മെഡിക്കൽസ്, അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഏറ്റവും അടുത്തുള്ള ഫാർമസികൾ നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, ഈ ലാബിൻ്റെ കാര്യമാണെങ്കിൽ ലാബ് അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു ജെനെക്സ് ലാബ് എന്ന സ്ഥാനത്ത് അവിടെ നമ്മൾ മെഡിക്കൽ കാർഡ് ഡിസ്കൗണ്ട് കാർഡ് സ്വീകരിക്കുന്ന ഒരു ലാബ് അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അതിന് തൊട്ടടുത്ത് ഗ്ലോബൽ ഹെൽത്ത് കെയർ എന്ന സ്ഥലം വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ കാർഡുകൾ സ്വീകരിക്കുന്ന ഈ പറഞ്ഞ ഹോസ്പിറ്റൽസ്, ലാബ്, ക്ലിനിക്ക്, ഫാർമസികൾ നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് അവിടെ മരുന്നുണ്ടോ വിളിച്ച് ചോദിക്കാം, അവരായിട്ട് നമുക്ക് വാട്സപ്പിൽ ചാറ്റ് ചെയ്യാം, നമുക്ക് പോയിട്ട് മെഡിസിൻ വാങ്ങിക്കാം. അങ്ങനത്തെ ഒരു കൺഫ്യൂഷനെ നമുക്ക് വരില്ല. ഓക്കെ, താങ്ക് യു സോ മച്ച്.